നിങ്ങൾ കാർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? പുതിയ കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു കാർ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് അത് അത്രത്തോളം വലുതായിരിക്കും. അത് 4 മീറ്ററിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 28% മുതൽ 34% വരെയാണ്. അത് 4 മീറ്ററിന് മേലെ പോകുന്നതാണെങ്കിൽ അത് 46% മുതൽ 54% വരെയാണ് ടാക്സ് റേറ്റ് കൊടുക്കേണ്ടി വരിക. ഓക്കെ, ടാക്സ് ഉണ്ടാവുക. കൂടുതലായിട്ട് നമുക്ക് എക്സാമ്പിൾ പറയാം. കിയൻ്റെ സോണറ്റും സെൽറ്റോസും. ഓക്കെ, സോണറ്റ് എന്ന് പറയുന്നത് ഒരു 4 മീറ്ററിൽ വരുന്ന ചെറിയ കാറാണ്. സെൽറ്റോസ് എന്ന് പറയുന്നത് കുറച്ച് വലിയ കാറാണ്. കൂടുതൽ ആകർഷണം തോന്നുന്നതും സെൽറ്റോസ് തന്നെയാണ്. ഓക്കെ, നമ്മളെല്ലാവരും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. പക്ഷേ ഇതിന് രണ്ടിനും പ്രൈസ് റേറ്റ് എന്നത് വളരെ വ്യത്യാസം വരുന്നുണ്ട്. അറൗണ്ട് ഒരു 4 lakh to 5 lakhസിൻ്റെ ഡിഫറൻസ് ഇല്ല രണ്ട് കാറിലും വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസം വന്നത് ഒരു കാരണത്തിൽ മാത്രമാണ്. ഇതിൽ ടാക്സ് എത്രത്തോളം ഇൻക്ലൂഡ് ആകുന്നത് മാത്രം. 4 മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ടാക്സ് റേറ്റ് എത്ര ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിച്ച് മീൻസ് 28%. നിങ്ങൾ ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. 18% ആണ് അവിടെ നിങ്ങളുടെ ടാക്സ് റേറ്റ് എന്ന് വരുന്നത്. കമ്പാരിറ്റീവ്ലി ലോ ആണെങ്കിലും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്.